എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ 19 വായനാ ദിനമാണല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് വേഗം തന്നെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? എല്ലാവർക്കും അറിയാം, PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. ആരുടെ വരികളാണിവ? കുഞ്ഞുണ്ണി മാഷ്. ആരുടെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? ഷേക്സ്പിയർ. ഇവിടെ ഞാൻ കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൃതികളും അത് എഴുതിയ ആൾക്കാരുടെ പേരുമാണ് ഒരു ടേബിളായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. നമുക്ക് നോക്കാം. ചിത്രയോഗം രചിച്ചത് വള്ളത്തോൾ, ഉമാകേരളം ഉള്ളൂർ, തത്വമസി സുകുമാർ അഴീക്കോട്, രമണൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വീണപ്പൂവ് കുമാരനാശാൻ, രാത്രിമഴ സുഗതകുമാരി ടീച്ചർ, ഉജ്ജയിനി ONV കുറുപ്പ്, ഇത് ഭൂമിയാണ് KT മുഹമ്മദ്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം 2013. ഭാസ്കര മേനോൻ എന്ന കുറ്റാന്വേഷണ നോവൽ രചിച്ചതാരാണ്? അപ്പൻ തമ്പുരാൻ. MT വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? രണ്ടാം മൂഴം. CV രാമൻ പിള്ളയുടെ മാനസപുത്രി എന്നറിയപ്പെടുന്ന കഥാപാത്രം സുഭദ്ര. സുഭദ്ര കഥാപാത്രമായ CV രാമൻ പിള്ളയുടെ കൃതി ഏതാണ്? മാർത്താണ്ഡവർമ്മ. മലയാളിയായ ഒരു ശില്പിയുടെ അമ്മയും കുഞ്ഞും എന്ന പ്രശസ്തമായ ശില്പം കേരളത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ട്. ആ ശില്പിയുടെ പേരെന്താണ്? കാനായി കുഞ്ഞിരാമൻ. കേശവന്റെ വിലാപങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് M മുകുന്ദൻ. പൂനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് രചിച്ച നോവൽ ഏതാണ്? നവഗ്രഹങ്ങളുടെ തടവറ. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള കേരള പഴമ എന്ന കൃതി രചിച്ചതാര്? ഹെർമൻ ഗുണ്ടർട്ട്. ക്വാറന്റൈൻ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ലാറ്റിൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ രചിച്ചത് M മുകുന്ദൻ. എന്നിലൂടെ എന്ന ആത്മകഥ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആരാണ്? NV കൃഷ്ണവാര്യർ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ള. സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവൽ രചിച്ചത് അജയ് P മങ്ങാട്. സാമൂഹ്യ നീതിക്കായി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങളിലൊന്നായ വൈക്കം സത്യാഗ്രഹം നടന്നത് വർഷം 1924. അഗ്നിസാക്ഷി എന്ന പ്രശസ്തമായ മലയാള നോവലിന്റെ രചയിതാവ് ലളിതാംബിക അന്തർജനം. ചിത്രശില്പകലകൾക്കായി കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരത്തിന്റെ പേര്? രാജാ രവിവർമ്മ പുരസ്കാരം. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ഏത് കവിയുടേതാണ്? ONV കുറുപ്പ്. സാർവദേശീയ വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. 1911 കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ച ഒരു ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് ഠാക്കൂർ ആണ്. ആ ഗാനം അതേ ഈണത്തിൽ ഇന്നും ദേശവ്യാപകമായി ആലപിക്കുന്നുണ്ട്. ഏതാണ് ആ ഗാനം? ജനഗണമന. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. പ്രശസ്തമായ ഈ വരികൾ ഏത് കവിയുടേതാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. ജീവിതത്തിന്റെ അർത്ഥം തേടുന്ന മനുഷ്യരുടെ കഥയാണ് ഉമ്മാച്ചു. ഈ പ്രശസ്തമായ നോവലിന്റെ രചയിതാവ് ആരാണ്? ഉറൂബ്. PC കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് ഉറൂബ്. ഇന്നത്തെ ലൈബ്രറി കൗൺസിൽ മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കേരള ഗ്രന്ഥശാല സംഘം. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. OV വിജയന്റെ ഏത് നോവലിലാണ് ഇങ്ങനെ പറയുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠ ലഭിച്ച നോവൽ ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. മലയാളത്തിൽ പുസ്തക രൂപത്തിൽ ഇറങ്ങിയ ആദ്യ തിരക്കഥ ഏതാണ്? മുറപ്പെണ്ണ് MT വാസുദേവൻ നായരുടെ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ.
കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിരഞ്ജന എഴുതിയ നോവൽ ഏതാണ്? ചിരസ്മരണ. എന്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. എന്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കരപിള്ള. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജോസഫ് മുണ്ടശ്ശേരി. എന്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ്? പൊൻകുന്നം വർക്കി. നിത്യകന്യകയെ തേടി എന്ന ആത്മകഥ ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായർ. സ്വാതി തിരുനാളിന്റെ സദസ്യനായിരുന്ന പ്രമുഖ ആട്ടക്കഥാകൃത്ത് ആര്? ഇരയിമ്മൻ തമ്പി. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? പി കുഞ്ഞിരാമൻ നായർ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള രചിച്ച ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? കാറൽ മാർക്സ്. പി കേശവദേവിന്റെ ആത്മകഥ ഏതാണ്? എതിർപ്പ്. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ കർത്താവാര്? എം കെ സാനു. നളചരിതം കിളിപ്പാട്ടിന്റെ കർത്താവ്? കുഞ്ചൻ നമ്പ്യാർ. നളചരിതം ആട്ടക്കഥ ആരുടെ കൃതിയാണ്? ഉണ്ണായി വാര്യർ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ കവി രവീന്ദ്രനാഥ് ടാഗോർ. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ ഗ്രന്ഥം മഹാഭാരതം. സ്വപ്ന വാസവദത്ത രചിച്ചത് ആര്? ഭാസം. എഴുത്തച്ഛന്റെ ജീവിതകഥയെ ആസ്പദമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലിന്റെ പേര് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. മലയാളത്തിലെ ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കരമേനോൻ. പി കേശവദേവിന്റെ ആത്മകഥ എതിർപ്പ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വല്യകോയി തമ്പുരാൻ. പ്രസന്റ് ഡയറി ആരുടെ കൃതിയാണ്? ജയപ്രകാശ് നാരായണൻ. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ. വിപ്ലവ സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? പുതുപ്പള്ളി രാഘവൻ. നീർമാതളം പൂത്തകാലം ആരുടെ സ്മരണകളാണ്? മാധവിക്കുട്ടി. ഇവർ ലോകത്തെ സ്നേഹിച്ചവർ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് എം കെ സാനു. വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ബി കല്യാണിക്കുട്ടി അമ്മ. ഉപനിഷത്തിലെ ശാന്തി മന്ത്രവുമായി അവസാനിക്കുന്ന ടി.എസ്. എലിയറ്റിന്റെ പുസ്തകമേത്? ദ വേസ്റ്റ് ലാൻഡ്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാരാണ്? സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല, എറണാകുളം. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏതാണ്? പുറക്കാട്. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സ്വാതി തിരുനാൾ. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്ത്? നാഷണൽ ബുക്ക് സ്റ്റാൾ. സാറേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉറുദു ഭാഷ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസന വികൃതി. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഹോർത്തസ് മലബാറിക്കസ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ജ്ഞാനപീഠം. അതാദ്യമായി ലഭിച്ച മലയാളി ജി ശങ്കരക്കുറുപ്പ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. താങ്ക് യു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. ടേക്ക് കെയർ.